ചെയ്യാൻ പറ്റിയ സമയം. Will you marry me? അന്നും ഇന്നും യെസ്. Forever. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഞാൻ പറഞ്ഞാണ് ഇത്തവണ ഞങ്ങൾ വിയറ്റ്നാമിൽ വരുമ്പോൾ കുറച്ച് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരാൻ പോകുന്നത്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്ന വളരെ കുറവാണ്. ഹോച്ചിമിന്നിൽ നിന്ന് ഒന്നില്ലെങ്കിൽ ഫ്ലൈറ്റ് എടുത്ത് വരാം, അല്ലെങ്കിൽ ബസ് എടുത്ത് വരാം. സോ ഇതിന്റെ സ്ഥലത്തിന്റെ പേര് ദലാത്ത് എന്നാണ്. ആൻഡ് ഇത് ഒരു ഹിൽ സ്റ്റേഷൻ ആണ്, നമ്മുടെ മൂന്നാർ പോലെ. ചെറിയ രീതിയിൽ പറഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം. ലൈക്ക് 1500 മീറ്റേഴ്സ് അബവ് ദ സീ ലെവൽ ആണ്. ആൻഡ് ഇത് പണ്ട് ഫ്രഞ്ചുകാരുടെ ഒരു റിട്രീറ്റ് ഏരിയ ആയിരുന്നു, ഫ്രഞ്ചിന്റെ കോളനി ആയിരുന്നു വിയറ്റ്നാം. സോ ആ ടൈമിൽ അവർക്ക് ഒരു ഹോളിഡേക്ക് വേണ്ടിയുള്ള ഒരു തണുപ്പുള്ള സ്ഥലമാണ് ദലാത്ത്. മൂന്നാർ പോലെ എക്സാക്ട്ലി. സോ ഇതില് കുറെ ഫ്രഞ്ച് ആർക്കിടെക്ചർ കാണാം, പഴയ ബിൽഡിങ്സ് കുറെ കാണാം. അതല്ലാതെ യു ഹാവ് വാട്ടർഫാൾസ്, നമ്മുടെ മൂന്നാർ പോലെ ലേക്ക് ഉണ്ട്, നല്ല മൗണ്ടൻസ്, നല്ല കഫേ, കോഫി ഷോപ്പ്. സോ ഇറ്റ്സ് എ വെരി ഒരു റിസോർട്ട് ടൗൺ എന്ന് വരെ പറയാം. അത്ര അടിപൊളി ഒരു സ്ഥലമാണ്. സോ നമ്മൾ 4 ദിവസം ദലാത്തിലുണ്ട്. ദലാത്തിലെ കുറെ ഇൻട്രസ്റ്റിംഗ് കാഴ്ചകളായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. ഫസ്റ്റ് തന്നെ ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ സ്ഥലത്തേക്കാണ് പോകുന്നത്, ഒരു കിഡിലൻ വാട്ടർഫാൾ. ആ വാട്ടർഫാളില് ഏഷ്യയിലെ തന്നെ ബിഗസ്റ്റ് സർപ്രൈസ് ഉണ്ട്. ഏഷ്യയിലെ ബിഗസ്റ്റ് അത്. അപ്പൊ അങ്ങോട്ട് പോവാം. തിരക്ക് അറിയില്ല, കാരണം ഭയങ്കര പോപ്പുലർ ആണ് ഇതല്ലാത്ത. എന്തായാലും നമുക്ക് പോവാം. നല്ല വെതർ ആട്ടാ. ഇപ്പൊ ഇവിടെ സമയം ഏകദേശം 12 മണിയായി, ഉച്ചയ്ക്ക് 12:30 23 ഡിഗ്രീസ് ആണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് മൂന്നാർ തന്നെ, പക്ഷെ ഭയങ്കര ഒരു ഡെവലപ്ഡ് വേർഷൻ. ടാക്സി എടുത്ത് നമ്മൾ പോകുന്നത്. ടാക്സീസ് നമുക്ക് ഈസിലി കിട്ടും, ഗ്രാബ് ടാക്സീസ്. സോ നമുക്ക് കുറച്ച് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് താമസിച്ചാലും ഒരു ടെൻഷനും ഇല്ല. ടാക്സീസ് ആർ വെരി ചീപ്പ് ഓൾസോ. ഇതൊരു ഹിൽ സ്റ്റേഷൻ ആണെങ്കിൽ റോഡ്സ് ഒക്കെ അത്യാവശ്യം വീതിയുള്ള റോഡ്സ് ആണ്, വെൽ മാർക്ഡ് റോഡ്സ് ആണ്. ട്രാഫിക് ഒന്നും വലിയ പ്രശ്നമില്ല, ഭയങ്കര ട്രാഫിക് ഒന്നുമില്ല. പക്ഷെ ഒരു ഫുള്ളി ഡെവലപ്ഡ് ടൗൺ ആയിട്ടാണ് തോന്നുന്നത്. ഒരു ഹിൽ സ്റ്റേഷൻ റിസോർട്ട് മാത്രമല്ലാതെ സ്കൂൾസ്, ഗവൺമെന്റ് ഓഫീസസ്, അങ്ങനത്തെ കുറെ സെറ്റപ്പ് ഉണ്ട്. നല്ല എസ്തെറ്റിക് ആണ്. കുറെ ഇതുപോലെ പഴയ ബിൽഡിങ്സ് റിനോവേറ്റ് ചെയ്തിട്ട് നന്നായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. ബാങ്കും എല്ലാം ഒരു ഫ്രഞ്ച് ബിൽഡിങ്സ് പോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വെരി നൈസ്. ആൻഡ് അത്യാവശ്യം അല്ല, നല്ല ക്ലീൻ ആണ് സിറ്റി. യു ഹാവ് ലോട്ട് ഓഫ് കഫേസ്. കോഫി ലവേഴ്സിന്റെ ഒരു പാരഡൈസ് ആണ് ദലാത്ത്. എന്തൊരു ഭംഗിയാ നോക്ക് ടൗണ്. ഇത് ഇവരുടെ ആക്ച്വലി ഒരു സെന്റർ പോയിന്റ് ആയിട്ട് വരെ, നമ്മുടെ ഊട്ടി കൊടൈക്കനാലൊക്കെ ലേക്ക് ഉള്ള പോലെ ഇതൊരു ബ്യൂട്ടിഫുൾ ലേക്ക് ആണ്. ഇതിന്റെ സൈഡിലും ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, ഫിഷിംഗ് ചെയ്യുന്നുണ്ട് ആൾക്കാരുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ യു ഹാവ് ബാക്ക് ഡ്രോപ്പ് ഓഫ് സം ബ്യൂട്ടിഫുൾ മൗണ്ടൻസ് ആൻഡ് ട്രീസ് ആൻഡ് എവറിത്തിങ്. സോ സീനിക്. അടിപൊളി സ്ഥലത്ത് ദലാത്ത്. വൃത്തി, ക്ലീൻനെസ് ഉള്ളത് കൊണ്ടാണ് ഇതിനൊക്കെ ഇത്രയും ഭംഗി നമുക്ക് തോന്നിക്കുന്നത്. ഐ എം ഷോക്ക്ഡ്. എന്ത് രസമായിട്ട് അവർ സിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നോക്ക്. ഭയങ്കര രസമാണ്. ട്രീസ് ആണെങ്കിലും ഷ്രബ്സ് ആണെങ്കിലും ഒക്കെ അവർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത്. അപ്പൊ എന്തോരം ചെടി ഇല വീടുന്നുണ്ടാവും, അതൊന്നും റോഡിലില്ല, എല്ലാം അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. റോഡിന്റെ വീതി ഷോക്കിംഗ് ആണ്. ലുക്ക് അറ്റ് ദിസ്. ഇതിന്റെ ഓരോ ജംഗ്ഷൻസ് ആണ്. എന്തൊരു സ്ഥലം ഇത്, അടിപൊളി. ഓക്കെ, സോ ദലാത്ത് ഫസ്റ്റ് ഇംപ്രഷൻ എന്തെങ്ങനെയുണ്ട്? നല്ല മൂന്നാർ പോലത്തെ ഒരു സ്ഥലം. നല്ല തണുപ്പാണ്, എന്നാൽ നല്ല വെയിലും ഉണ്ട്, ചൂടുമില്ല. അതെ, പെർഫെക്റ്റ് ആണ് ആക്ച്വലി. നല്ല ഡ്രസ് ഇടാം, പക്ഷെ വേർക്കത്തില്ല. അല്ലേ? പക്ഷെ എന്ത് ക്ലീൻ ആയിട്ട് അവര് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ആക്ച്വലി കുറെ 12 വാട്ടർഫോളും കണ്ടുണ്ട്. ഇവിടെയല്ല, ഫുൾ ദലാത്തില്. പക്ഷെ ഇതാണ് ഏറ്റവും പോപ്പുലർ. ആൽപൈൻ കോസ്റ്റർ എന്താണെന്നറിയോ? ആൽപൈൻ കോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റോളർ കോസ്റ്റർ പോലത്തെ സാധനത്തിലിരിക്കും. അതിലിരുന്ന് ഇൻഡിവിജ്വൽ ആണ്, ഒരെണ്ണത്തിൽ 2 പേർക്ക് ഇരിക്കുള്ളൂ. അതിൽ ഇരുന്ന് നമുക്ക് ഫുൾ കറങ്ങാം. അപ്പോൾ ഇത് ആക്ച്വലി വിയറ്റ്നാമിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ ഉണ്ട്. ഇവിടത്തെയാണ് ഏഷ്യയിലെ ലോങ്സ്റ്റ്. എത്ര നേരം അതറിയില്ല, പക്ഷെ കേട്ടിരിക്കുന്നത് ഇത് വാട്ടർഫാളിന്റെ വ്യൂയിൽ കൂടെ പോകുന്ന കേട്ടിരിക്കുന്നത് ആൽപൈൻ കോസ്റ്റർ. അവനെന്തോ പറയണോ? ഞാൻ പൊട്ടൊക്കെയൊന്നുമില്ല. അപ്പൊ നമുക്ക് അപ്പൊ ഒരു കാര്യം ചെയ്യാം, വേഗം അമ്മ
ഓക്കെ. അപ്പൊ പൊട്ടിപ്പോകുന്നു. ആദ്യം നമുക്ക് എന്തായാലും ആൽപൈൻ കോസ്റ്ററിൽ പോവാം. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെ കാണാനുണ്ടെന്ന് നോക്കാം. സിപ്പ് ലൈനിങ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ആദ്യമേ ആൽപൈൻ കോസ്റ്റർ, അതാണല്ലോ ഒരു എക്സ്പീരിയൻസ്. ഇല്ല, എനിക്കും പോണ്ട, എന്റെ വെയിറ്റ് എടുക്കില്ല. അല്ല, പ്രിയ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വട്ടം കറങ്ങത്തി കിടന്നുണ്ട്. ഈ ഊഞ്ഞാല് കിടന്ന് കറങ്ങില്ല, അതുപോലെ. അത് ചിയാങ് മൈലായിരുന്നു, അടിപൊളിയായിരുന്നു. സോ ഇതാണ് ആക്ച്വലി ആൽപൈൻ കോസ്റ്റർ. ഒരെണ്ണത്തിൽ 2 പേർക്ക് ഇരിക്കാം. ആ കയ്യിലുള്ള നടുക്കുള്ള സാധനം ഉണ്ടല്ലോ, അതാണ് സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന സംഭവം. ആ ബ്ലാക്ക് കളർ ലിവർ കണ്ട, അത് വെച്ചാണ് സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ടത്. ഒറ്റയ്ക്ക് പറ്റില്ല, കുട്ടികൾ ഒറ്റയ്ക്ക് ഇരിക്കില്ല. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ആൽപൈൻ കോസ്റ്റർ ആണ്. എങ്ങനെയുണ്ട്? പോയിക്കാ. ആ, ഓ, ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാട്ടാ പ്രിയ. ഇതിന്റെ ഗുണം എന്താ പറയാ, നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്താം. ഇതുപോലെ ഫോട്ടോ പോയിന്റില് അങ്ങനെ ഒരു ഹറിബറി ഒന്നും ഇല്ല കേട്ടാ. ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടാ. ഇറ്റ്സ് എൻ അൺബിലീവബിൾ എക്സ്പീരിയൻസ്. സോ നൈസ്. പ്രിയ, വാട്ടർഫാൾ കണ്ടാ നിർത്തണേ. അയ്യോ, ഇതേ ഓട്ടോമാറ്റിക് ആയിട്ട് മാഗ്നറ്റ്സ് ഉണ്ട് ഫ്രണ്ടില്. സോ ആ കാറിന്റെ ഒരുപാട് അടുത്തേക്ക് ഇത് പോവില്ല കേട്ടാ. ഫുൾ പ്രസ് ചെയ്യ, സ്പീഡിൽ പോയി നോക്ക്, നിർത്താതെ പോ. സ്പീഡിൽ പോ. ലെറ്റ്സ് സീ ഹൂ വിൻസ്. സ്പീഡിൽ പോ, നിർത്തണ്ട. ഓ മൈ ഗോഡ്, ഈ പ്രിയ എന്തിനാ നിർത്തുന്നത് ഇടയ്ക്കിടയ്ക്ക്? പ്രിയ അത് ഫുൾ പ്രസ് ചെയ്തോണ്ടിരിക്കുക. ഇതിനു വേണ്ടി മാത്രം നിങ്ങൾക്ക് തലാത്തി വരാം. ഇത് ആൽപൈൻ കോസ്റ്റർ എവിടെ ഉണ്ടെങ്കിലും പോയി ചെയ്തോ കേട്ടാ. വെള്ളത്തിന്റെ സൗണ്ട് ഒക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എവിടെയൊക്കെയോ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്കും ആവും കേട്ടോ ചില സ്ഥലത്തൊക്കെ. സ്പീഡിൽ പോകുമ്പോ രസം. ഈ പ്രിയ ഫ്രണ്ടിലുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഫുൾ സ്പീഡിൽ പോയാല്. ആ ഫ്രണ്ടിലുള്ളതുകൊണ്ട് അതിന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയല്ലേ നിൽക്കുള്ളൂ. ഇത് ഫോട്ടോ പോയിന്റ് ആന്ന് തോന്നേ. എല്ലായിടത്തും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് പോയിന്റ്സും ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ടാ പോകുന്നത് കേട്ടാ. കാരണം എന്താണെന്നറിയോ, വ്യൂ പോയിന്റ് വന്നില്ലേ. സോ you can some amazing waterfalls over here. What a place. Oh, അടിപൊളി കേട്ടാ. One of my favorite experiences ആണ്. പ്രിയ, ഇനി ആ കേറ്റം നോക്ക്. വേദു മോൻ, സ്പിരിറ്റ് കയറി പറന്നു പോകുന്നുണ്ട് കേട്ടോ പ്രിയ. വേദു പോ. ഇടയ്ക്കൊക്കെ നല്ല സ്പീഡിലായി സാധനം പോകുന്നത്. അവര് കുറച്ച് ദൂരെ പോട്ടെ, എന്നിട്ട് നമുക്കൊന്ന് സ്പീഡിൽ പോയി നോക്കാലോ. 1 2 3. ഫോൺ തെറിച്ചു. അയ്യോ, നല്ല സ്പീഡിൽ പോകും കേട്ടോ ഈ സാധനം. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും ആൽപൈൻ കോസ്റ്റർ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്ത സംഭവം. ആൻഡ് അടുത്ത വാട്ടർഫാളിന്റെ വ്യൂ പോയിന്റ് ആയെന്ന് തോന്നുന്നു. എന്തായാലും ഹൈക്കിംഗ് ഇല്ലാതെ സുഖമായിട്ട് നമുക്ക് ഫോറസ്റ്റിന്റെ അകത്തൂടെ വാട്ടർഫാളും കണ്ട് സുഖമായിട്ട് പോവാം. 600 രൂപയും കണ്ടേ ഉള്ള ഒരാൾക്ക്. എക്സ്പീരിയൻസ് അല്ലേ? അല്ലേ? ബ്രേക്ക് ഇല്ലെങ്കിൽ പറഞ്ഞു. പ്രിയ ഇടയ്ക്ക് മറ്റേ F1 മ്യൂസിക് തീമൊക്കെ ഇട്ടാ പോകുന്നത്. അതെ, കൊടയോടെ ഇതിന്റെ ഗുണം അറിയോ, സാധാരണ നമ്മള് മേളിൽ നിന്ന് ഹൈക്ക് ചെയ്ത് ഇവിടം വരെ വരണം. ഇതെടുത്താ ഇവിടുന്ന് സ്റ്റെപ്സ് ഇറങ്ങിയ വാട്ടർഫാളിന്റെ വ്യൂ ഉണ്ട്. എന്ത് കൺവീനിയന്റ് അല്ലേ? ജസ്റ്റ് കുറച്ച് സ്റ്റെപ്സ് ഇതുപോലെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വ്യൂ പോയിന്റ്, വാട്ടർഫാൾ വ്യൂ പോയിന്റിലൊക്കെ പോയി നിൽക്കാവേ. ആൻഡ് അവിടെയും ഇരിക്കാനും ബെഞ്ചസും എല്ലാം ഉണ്ട്. സൂപ്പർ പ്ലേസ്. ഇത് പ്രിയ ചെയ്തു നോക്കൂ, നല്ലതല്ലേ? ഒരു മെമ്മറി തന്നെയാ. പ്രിയ ചിരിച്ചോണ്ടും പേടിച്ചോണ്ടും ഇരിക്കുന്നു. വേദ ഫുൾ എൻജോയ് ചെയ്യുന്നു. എന്നാ അമ്മയും വേദു. അമ്മ അങ്ങനെ ഇരിക്കുന്ന എന്താന്ന്
ഏതും അങ്ങനെ. എന്തൊരു നല്ല എന്തൊരു പവറാ വെള്ളത്തിന്. നമ്മുടെ കുറ്റാൻ നല്ല എനിക്കത് കാസ്കേഡിങ് വാട്ടർഫാൾസ് ആണ് ഇത്. പല സ്ഥലത്തു നിന്നും വന്ന് നമുക്ക് പല സ്ഥലത്തും വ്യൂ പോയിന്റ്സ് ഉണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതുകൊണ്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഏറ്റവും എളുപ്പം. കഷ്ടപ്പെടേണ്ട എത്ര ഏജ് ആയിട്ടുള്ളവർക്ക് വേണമെങ്കിലും വരാം. സോ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേസസ്. ടച്ച് ദ വാട്ടർ, ടച്ച് ദ വാട്ടർ. പറ. ഏതോ ട്രിപ്പ് കഴിയുന്നവരെ ഗുഡ് ബൈ ആയിട്ടിരുന്ന സ്കിൻ വാങ്ങി തരും. കൊച്ചി പോയിട്ട് ഇല്ല, ഗുഡ് ബൈ ആയാൽ തൊടാം. ഇവിടെ ഒരു പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല പ്രിയ. എന്നിട്ട് പറയാം ഞാൻ പ്രിയയുടെ ആണ് ഞാൻ ശ്രദ്ധിക്കാത്തതൊന്നും. പുതിയ പാൻറ്റാ എന്റെ. പിന്നെ ഇനി കിടന്ന് ഉരുണ്ടോ. പ്രിയയുടെ ഒരു കമ്മല് പുതിയ ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ, ഇത് ബാങ്കോക്ക് ഫാഷൻ ഞാൻ ഇതുപോലെ പറഞ്ഞില്ലെങ്കിൽ തീർന്നു. ഞാനാ മാല ഇട്ട ശ്രദ്ധിച്ചോ? കണ്ടു. അടുത്ത ഡ്രൈവിംഗ് ലാപ്പിന് റെഡി ആയിക്കോ. ഇനി ഇവിടുന്ന് എൻട്രൻസ്. പക്ഷെ നടക്കണ്ടല്ലോ, അല്ലെങ്കിൽ നടക്കാം നമുക്ക് മേള് വരാൻ. വലിയ കയറ്റോ, നല്ല കയറ്റോ ഇവിടുന്ന്. വലിയ റേറ്റ്സ് ഇല്ല കേട്ടോ. കോക്കനട്ടിനൊക്കെ ഒരു 110 രൂപ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത്. അതും നല്ല ചിൽഡ് ആയിട്ടുള്ളത്. അവരങ്ങനെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ നമ്മളെ കൊല്ലുന്നില്ല കത്തി വെച്ച്. അത്യാവശ്യം എല്ലാം നല്ല റേറ്റ്സാണ്. ക്രിസ്മസ് ശരിക്കും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഈ കോസ്റ്റർ ഒരു മൂക്കുമുണ്ട്, 2 ചെവിയുണ്ട്, കൊമ്പുമുണ്ട്. കംപ്ലീറ്റ് ഒരു വൈബ് തന്നെയാട്ടോ ക്രിസ്മസ് ഇവിടെ. പ്രിയ കറിക്കാൻ ഞാനും വേദ സെപ്പറേറ്റ്. ഞാൻ റിലാക്സ് ചെയ്യാതാ. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന എന്റെ മേത്ത്. ഇനി അപ്പയും വേദവും കൂടെ അല്ലേ? റെഡി? ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ ബോയ്സ് വേഴ്സസ് ഗേൾസ് മാൻ. പോന്നു പ്രിയ. ഇത്രേ ഉള്ള കയറ്റമാണ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്സ് കയറേണ്ടത്. ഇതിപ്പോ എല്ലാരും സുഖമായിട്ട് പോകുന്നു അല്ല വേദോ? വേദോ സ്റ്റെപ്സ് കയറടാ. നെവറാ. ഇതേ പോന്നു. ഇനി സ്പീഡ് ആയിരിക്കേ. ഏത് അമ്മ നിർത്തി കണ്ട. പോയി ഇടിച്ചു പോയത്. അമ്മയെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇടിച്ചു. ഇടിക്കാം. ഓക്കെ കണ്ടാ ഇത്രയും സ്പീഡിൽ അപ്പ പോവോ? പോവാ ഇത്ര സ്പീഡില്. കണ്ടാ ഇതാണ് സ്പീഡ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇങ്ങനെ നമുക്ക് വ്യൂ പോയിന്റ്സ് അവര് സ്ലോ ഡൗൺ ചെയ്ത് തരുന്നത് മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതെല്ലാത്തിലും നമ്പർ 1 ടൂറിസ്റ്റ് സാധനമാണെങ്കിലും നമ്പർ 1 എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവരുടെ ആൽപൈൻ കോസ്റ്റ്. 100-110 പോകണം കേട്ടോ. ഞങ്ങൾ ഭയങ്കര സ്പീഡിലാണ് വരാൻ പോകുന്നത്. ഞങ്ങൾ ഇടിക്കും കേട്ടോ. അതെ ഇവിടെയൊക്കെ നല്ല രസമുണ്ട്. ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് നോക്ക്. ഇവിടെ കഫേ ഉണ്ട്. എത്തിയാ കഴിഞ്ഞു പോയതു. തുടക്കത്തിൽ തന്നെ എത്തി. ഫിനിഷ്. അടിപൊളി ഒരു സംഭവം തന്നെ. എനിക്ക് ഇനി വിശക്കുന്നു. മസ്റ്റ് എക്സ്പീരിയൻസ്. ഇനി നമുക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് അടുത്ത മെയിൻ സ്ഥലത്ത് പോയി കഴിക്കാം. നല്ല പോർക്ക് സോസേജ്. പ്രിയ മമ്മി പ്രിയ കഴിക്കുന്നുണ്ടോ? നല്ല പല പോർക്കും ബീഫും പാമ്പ് വരെ കഴിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ബൂംബാഗ് ജിറാഫിനെ ആനേനെയും കഴിച്ചില്ലേ? ബൂംബാഗ് എന്ന് പറഞ്ഞൊരു വ്ളോഗർ. ആന ബർഗർ ഞാൻ പറഞ്ഞില്ല കഴിച്ചു എന്ന്. ജിറാഫിന്റെയും കഴിച്ചു. ആ അപ്പൊ കിടിലൻ സോസേജ് കഴിച്ച് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോണേ. ഇതൊരു സംഭവം. ഇപ്പൊ എനിക്ക് പിന്നെയും കാണിക്കണ്ടോ. പക്ഷെ ഇനി നമുക്ക് വാട്ടർഫാളിലേക്ക് ഹൈക്ക് ചെയ്യണ്ടല്ലോ. ഓൾറെഡി കണ്ടല്ലോ. ഞങ്ങളെ ഇപ്പൊ അടുത്ത് പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ഹൈലി റെക്കമെൻഡഡ് ടൂറിസ്റ്റ് സ്പോട്ട് പ്ലസ് ഫുഡ് ജോയിന്റ് ആണ്. അപ്പൊ അത് നിങ്ങളെ കാണിക്കാമല്ലോ. അപ്പൊ ഞാൻ ഡ്രൈവർ ഇത് ബുക്ക് ചെയ്തപ്പോൾ തന്നെ പറയാണേ സൂപ്പറാണ് സ്ഥലം. പ്രിയ വീഡിയോ എടുക്കാൻ റെഡി ആയിക്കോട്ടാ. നിങ്ങളും
വീഡിയോ എടുക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഇവിടെ വരും. ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ്, ബിക്കോസ് ഇറ്റ്സ് അഫോർഡബിൾ. അതേ വീണ്ടും പറയുന്നത്, ഞാൻ വിയറ്റ്നാമിനെക്കാട്ടിയൊക്കെ നല്ല രാജ്യങ്ങളൊക്കെ കാണും, പക്ഷെ നമുക്ക് എല്ലാം ചെയ്യാനുള്ള ഒരു സാമ്പത്തികം വേണ്ടേ? അത് നമുക്കൊരു ബാധ്യതയായി തോന്നാൻ പാടില്ലല്ലോ. അതാണ് നമുക്ക് വിയറ്റ്നാമിൽ ചെയ്യാൻ പറ്റുന്നത്. ഈ ആൽപൈൻ കോസ്റ്റ് 600 രൂപയ്ക്ക് കൂടുതലാണോ? ഇത്രയും വലിയ ഡിസ്റ്റൻസ്, ലോങ്ങസ്റ്റ് വണ്ണാണ്. അതുപോലെ തന്നെ എല്ലായിടത്തും കോഫീസ് ഒരു 100 രൂപ 120 രൂപ, ഏറ്റവും കുറഞ്ഞ തൊട്ടുണ്ട് 50 രൂപ 30 രൂപയ്ക്കൊക്കെ. പക്ഷെ പറഞ്ഞാൽ നല്ല കഫേസിലൊക്കെ. സോ ഇറ്റ്സ് വെരി അഫോർഡബിൾ. ഫുഡ് ആണെങ്കിലും ജോളിബി ഒക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടില്ല, 600 രൂപയ്ക്ക് 3 പേരൊക്കെ കഴിക്കുന്നത്. ആൻഡ് കോംപ്രമൈസ് ഇല്ലാതെ നമുക്ക് എൻജോയ് ചെയ്യാം, വിച്ച് മേക്സ് അവർ വെക്കേഷൻ എക്സ്ട്രാ സ്പെഷ്യൽ. ആക്ച്വലി കുറച്ച് യാത്രയുണ്ട് കേട്ടോ ഇങ്ങോട്ട്. പക്ഷെ നോക്കട്ടെ, അവിടെ എത്തിയിട്ട് പറയാം വേർത്താണോ അല്ലയോ ഈ ഒരു യാത്ര എടുക്കുന്നതെന്ന്. ഒന്ന് വഴിയൊക്കെ കണ്ടാൽ പേടിച്ചു കേട്ടോ. ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. സൈഡിലൊക്കെ ഇതുപോലത്തെ വലിയ വ്യൂ ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ പ്രിയ, അപ്പൊ എവിടെ ഇപ്പൊ നമ്മള്? അപ്പൊ വെൽക്കം ടു കഫേ മീ മോങ്കി. എന്താ ഇപ്പൊ പറഞ്ഞേ? മീ മോങ്കി എന്താ? മീ മോങ്കി എന്താ? മീ മോങ്കി. മീ മോങ്കി എന്താ? മീ മങ്കി എന്നല്ല പറയണ്ടേ, ഞാൻ മീ മോങ്കി എന്നാ. മീ മോങ്കി അല്ലേ? വേറെ എന്തോ പേരാ, മീഡിയം മ്യൂന്നാ. എന്നോട് മീ മോങ്കി എന്നല്ലേ പറയാ? ആ മീ മോങ്കി എന്ന് പറയാനാ പറഞ്ഞേ. മീ മങ്കിന്ന് ദില്ലു ഇത് പറയാൻ പറയുമ്പോ ഞാൻ അത് പറയും. എനിക്കറിയോ? അമ്മ അറിയാം മീ മങ്കിന്ന്. അമ്മ അറിയാം മീ മങ്കിന്ന്. കേറി വരുമ്പോ ഇവിടം വരെ വന്നതിനുള്ള ഒരു ഫീലൊന്നും കിട്ടുന്നില്ല അല്ലെ? എന്താ ഇത്രയും വലിയ സംഭവം എന്നൊക്കെ തോന്നിയാ പോകുന്നേ. ആ അതെനിക്ക് ഇഷ്ടപ്പെട്ട്. കൊള്ളായിരുന്നു കേട്ടാ പ്രിയ. പ്രിയയുടെ ഫോട്ടോ വരും. And once you come over here, the place starts to catch its beauty. എങ്ങനെ ദില്ലു ഇതൊക്കെ കണ്ടുപിടിക്കുന്നല്ലേ അല്ലേ? അതെ. ആ എന്തായി കേക്കാൻ വയ്യ, മൈക്കില്ലല്ലോ. നോക്കട്ടെ എന്തായി? ആ ഇതാണ് ദല്ലാത്ത്. ആ വരുമ്പോ ഫുൾ ഫ്ലവേഴ്സ് ആണ് നമ്മൾ കാണുന്നത്. എന്തൊക്കെ ഫ്ലവേഴ്സ് ഇത്? റിയൽ ആണോ? ഭയങ്കര ബ്യൂട്ടിഫുൾ. എന്നിട്ട് നടുക്ക് ഒരു പോണ്ടില് ബോട്ട് ഇട്ടിട്ടുണ്ട്. റിയൽ അല്ല? ആ അതാണ് ഇതിങ്ങനെ നിക്കുന്നത്. ഇത്രയും ഭംഗി ആണോ? റിയലാ? ഓക്കെ. സോ നടുക്ക് ഇതുപോലെ ഒരു ബോട്ടില്, എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്ട്രീം ഉണ്ടാക്കി പുക വരുന്നു. അവിടെ ഒരു ചിമ്മിണി ഹൗസ്, ഒരു പക്ക ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ഹൗസ്. രാത്രി ആകുമ്പോൾ ഈ ബൾബ്സ് ഒക്കെ കത്തും. പിന്നെ ആ ഏരിയയിൽ ഒരു ഓപ്പൺ ലോൺ പോലെ വിത്ത് സം ലൈവ് മ്യൂസിക് ആണ്. ആൻഡ് അടിയിലും കുറെ ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്. അതാണ് ഇവിടുത്തെ അതെ. നമ്മൾ ഒള്ളിത്തി എല്ലാരും വൈറ്റ് ഡ്രസ്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെന്റൽ റെപ്രസെന്റേഷൻ അല്ലേ ഹെവൻ? അതെ, അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ബട്ട് ദിസ് പ്ലേസ് ഇസ് ജസ്റ്റ് മാജിക്കൽ. അതിന് എൻട്രൻസ് ഫീ ഒന്നും ഇല്ല കേട്ടാ. ഇവിടെ വന്നാലേ ഫോൺ ഫുൾ ചാർജ് ചെയ്തിട്ട് വരിക. അവിടെ ഇവിടെ നോക്കിയാലും ഫോട്ടോ പോയിന്റും. ഫുഡില്ലേ? റെസ്റ്റോറന്റ് കണ്ടില്ലല്ലോ. അതായിരിക്കും. അത് വേറെ എന്തെങ്കിലും. ഇവിടെ നമുക്ക് അവിടെ എവിടെ ഇരിക്കണം? എല്ലാ സ്ഥലവും കാണുന്ന രീതിയിൽ ഇരിക്കണം. താഴെ റെസ്റ്റോറന്റ്. പക്ഷെ അപ്പൊ ഇതൊന്നും കാണില്ല.
ഗൈസ്, നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ടേ വരണ്ട. കാരണം ഫുഡില്ല, കുറച്ച് സ്നാക്സേ ഉള്ളൂ. ക്യാഷ് മാത്രമേ എടുക്കുകയുള്ളൂ. ഡ്രിങ്ക്സ് നല്ല ഓപ്ഷൻസ് ഉണ്ട്. ഇറ്റ്സ് എ കോഫി സ്പോട്ട്. നല്ല കോഫി സ്പോട്ടും ചെറിയ ഫ്രഞ്ച് ഫ്രൈസും അങ്ങനത്തെ ചെറിയ സാധനങ്ങൾ കിട്ടാൻ വേണ്ടി ഇവിടെ വരാം. വേറെ മെയിൻ ആയിട്ടുള്ള ഫുഡ് ഒന്നുമില്ല. ബട്ട് ബ്രിങ് ക്യാഷ്. നിങ്ങൾ കഴിക്കുന്നതിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത് ഗൈസ്. അധികം ഫുഡൊന്നും ഇല്ല. ഞാൻ ഫുഡ് കാണിച്ചു തരാം. ഇതെല്ലാം ഇവിടുത്തെ ഒരു അമ്മച്ചിയും അപ്പൂപ്പനും കൂടെ ഉണ്ടാക്കുന്നതാണ്. സോ കുയിൽ കാടമുട്ടയുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ്, സോസേജ്, ഇത് ബാൻമി ഫില്ല് ചെയ്ത് വെക്കാനുള്ള മീറ്റ് ബോള്, പിന്നെ ഒരു സൂപ്പും. ഇത്രേ ഉള്ളൂ. മെയിൻ ഫുഡുകളൊന്നുമില്ല. അത് രാത്രി. ഇവിടെ അല്ല, വേറെ എവിടെയെങ്കിലും പോയി കഴിക്കണം. ഇവിടെ ഫുഡ് ഇല്ല. ജസ്റ്റ് വ്യൂ എൻജോയ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും കോഫി കുടിക്കാൻ. നല്ല കോഫീസാ. വന്നാ മതി. പിന്നെ ഒരു 5 o'clock വന്നു കഴിഞ്ഞാൽ ലൈറ്റും കൂടി ഇട്ട് കഴിയുമ്പോൾ ഭംഗിയായിരിക്കും. സൈഡിലിരിക്കുന്നവരെ പറയുന്നത് നമുക്ക് മനസ്സിലായില്ല കേട്ടാ. ലാസ്റ്റ് അവര് വന്ന് കാണിക്കോ. ഞാനിത് വെറുതെ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ കുട്ടി വന്ന് പറഞ്ഞു ദിസ് യു നീഡ് ടു ഡിപ്പ് ഇൻ ദാറ്റ് ആൻഡ് ഈറ്റ്. ഇതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ വെച്ചാൽ എന്താണെന്നില്ല. അപ്പൊ ആ കുട്ടി എണീറ്റ് വന്ന് ഇതെടുത്തിട്ട് അതെ, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. കാടമുട്ട എടുത്ത് ഈ ഒരു സ്പൈസി സ്വീറ്റ് സോസിൽ മുക്കി കഴിച്ചു കഴിഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റ് അല്ലേ. ഇവരുടെ ഭയങ്കര ഫേവറേറ്റ് ആണ്. അത് വിയറ്റ്നാം ആണോ ദലാത്താണോ എന്ന് അറിയില്ല, പക്ഷെ വെരി പോപ്പുലർ. അമ്മച്ചിയും അപ്പൂപ്പനും പുലിയാട്ടാ. ബാൻമിയ ഇതുവരെ കഴിച്ചിട്ടില്ല. അത് പിടിച്ചേ കളിക്കല്ല, ചുമ്മാ കളിക്കല്ല ഏട്ടാ പറയാ. ഇത്രയും നല്ല ഫുഡുള്ളപ്പോ കളിക്കല്ലേ. അല്ലല്ല, മുക്ക് ആ മേത്ത് വീഴാതെ ആ പോഷൻ, മുഖ്യ പോഷൻ കഴിച്ച. അതാണ് ഞാൻ വിചാരിച്ച അവർ തട്ടിക്കുട്ടിയുള്ള ഒരു പാൻമിയാന്ന്. ഭയങ്കര നമ്മൾ ഒരെണ്ണം കൂടെ വാങ്ങും മിക്കവാറും. എന്നിട്ട് വേണമെങ്കിൽ മീറ്റ് ബോൾ എടുത്ത് കഴിക്കാം. ഭയങ്കര ടേസ്റ്റ്. ഒരു ബീഫ് സൂപ്പ് ഗ്രേവി മിക്സ് മുക്കുന്ന ടേസ്റ്റ്. ബ്രെഡ് നല്ല ക്രിസ്പും അകത്ത് സോഫ്റ്റും അല്ലേ. അമ്മച്ചി പുല്ലിയാട്ടാ. ആ ബ്രെഡ് വെറുതെയാ. സാധാരണ ഞാൻ വെച്ച് ബാൻമി അകത്ത് വെച്ചതായിരുന്നു. ഇത് വേറെ ലെവൽ സംഭവം കേട്ടാ. അടിപൊളി. ആ മനസ്സിലായി. അല്ലല്ല, ഇത് വേറെ ഇവരുടെ എന്തോ വീട്ടിലുണ്ടാക്കുന്ന ബാൻമിയാന്ന് തോന്നുന്നു. പാരന്റ്സോ ആരെങ്കിലും വയസ്സായി ഇനി വീട്ടിലിരിക്കണ്ടേ അങ്ങനെയൊക്കെ തോട്ട്സ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഏഷ്യൻ കൺട്രീസിലേക്കോ യൂറോപ്പിലോ, പക്ഷെ ഏഷ്യയിൽ തന്നെ വാ. അവരുടെ എക്സസൈസും അവരുടെ വൈബും അല്ലേ, അവരുടെ ലൈഫ് സ്റ്റൈലും കൂടുതലും അത് വെയ്യെങ്കിലും they want to do all this. ഞാൻ തന്നെ ഇപ്പൊ നോക്കി ഒരു വയസ്സായ ഒരു അങ്കിളും ആന്റിയും എത്ര നേരം ആ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നറിയോ. ലൈഫ് ഇപ്പോഴും അവർക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ നാട്ടിലത്തുള്ള മെയിൻ പ്രശ്നം അതാ. വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി എങ്ങനെയെങ്കിലും മരിക്കുന്നവരെ ജീവിക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡാ. വൈകുന്നേരം ആകുമ്പോൾ സ്കൈന്റെ കളറും കൂടെ മാറിക്കഴിഞ്ഞിട്ടുള്ള ഇവിടുത്തെ ആംബിയൻസേ വേറെ ലെവലല്ലേ. ഈവനിങ് വരെ ഇരിക്കണം. രാത്രി ഇരിക്കണ്ട, ഈവനിങ് വരെ ഇരുന്നിട്ട് പോവാം. ആ ട്വൈലൈറ്റ്, ആ ഒരു ഓറഞ്ച് സ്കൈ കണ്ടു കഴിഞ്ഞിട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ടു ഗോ. അത് അന്നും ഇന്നും യെസ്. അത് ആലോചിക്കണം, കുറച്ച് സമയം വേണം. വേണം. അതെ അതെ. പ്രിയയുടെ എല്ലാ ഫോട്ടോസും എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. നല്ലതാണെങ്കിൽ ലാസ്റ്റ് ഈ വ്ളോഗിന്റെ അവസാനം ഫോട്ടോസേ ഇടാം. ഓക്കെ. വാവ്, അവര് പോസിങ് വരെ കാണിച്ചു കൊടുക്കുന്നു. വേണ്ട, ബോട്ട് തള്ളുന്നു. ഇത്ര ഹാർഡ് വർക്കിംഗ്. നമുക്ക് ഷോപ്പിലേക്ക് ഇങ്ങനത്തെ ഒരാളെ കിട്ടിയെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ റീൽസും വീഡിയോ ഒക്കെ വേറെ ലെവലായത് ഫോട്ടോസൊക്കെ. എല്ലായിടത്തും ഇരുത്തി കൈ എങ്ങനെ വെക്കണം, കാലെങ്ങനെ വെക്കണം, വെയിലടിക്കുന്ന പോലെ അഭിനയിക്കണം, പല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കുന്നത്. കണ്ട ഇങ്ങനെയൊക്കെ നിൽക്ക എങ്ങനെ വരുമാവോ. 1000 രൂപയാണ്. 60 ഫോട്ടോസും കണ്ടെടുക്കും അവര്. കഴിഞ്ഞിട്ടില്ലേ, ഇത് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ വ്ളോഗ് കഴിഞ്ഞിട്ട് ഫോട്ടോസ് കാണണേ. പൈസ 1000 രൂപ കൊടുത്തെടുത്ത ഫോട്ടോസ് 1.5 മണിക്കൂർ പോസിക്കുവാണ്. എന്തായാലും ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ നിന്നുള്ള വ്യൂ
This is a summary of Dalat, the beautiful ex-French retreat of Vietnam. ഞാൻ ഫോട്ടോ എടുക്കാതിരിക്കാനാണ് 1000 കൊടുത്ത് 60 ഫോട്ടോസ് എടുപ്പിച്ചേ. എന്താണെങ്കിലും ഇനി എനിക്ക് പറ്റില്ല. സബ്സ്ക്രൈബ് യൂട്യൂബിനാ. പോവാം അടുത്ത സ്ഥലത്തേക്ക്. ഇവിടുത്തെ രാത്രിത്തെ വ്യൂ കണ്ടാ? ആ പോവാം. വേറൊരു സുഖം എന്താണെന്നറിയോ, ഇതൊക്കെ കുറച്ച് മാറിയിട്ടാണ്, ഭയങ്കര അല്ല, കുറച്ച് മാറിയിട്ടാ സിറ്റിന്ന്. എന്നാലും ടാക്സിയുടെ അവൈലബിലിറ്റി, ബുക്ക് ചെയ്തതും വണ്ടി അടുത്തെത്തി. ആൻഡ് ഇവിടെ നിന്നും അവിടെ വരെ പോകാൻ എത്രയാ, ഒരു 200-250, ഏകദേശം ഒരു 8 കിലോമീറ്റേഴ്സിനൊക്കെ. ചൈനയുടെ അത്രയും ചീപ്പ് അല്ലെങ്കിലും വെരി വെരി റീസണബിൾ. നമ്മൾ മൂന്നാറിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്, വണ്ടി ഇല്ലാതെ പെട്ടുപോയാ വെറുത്തുപോലെ മൂന്നാറ്. കാരണം അറിയാലോ അവിടുത്തെ ടാക്സീസും പിന്നെ ഊബറും അതൊന്നും ഇല്ലല്ലോ. ഇതൊക്കെയാണ് ടൂറിസം ഇവിടെ ഇത്രയും ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം. എത്ര ലക്ഷം ആൾക്കാർക്ക് ജോലി കിട്ടുന്നത്. ഇത് കാഫേസ്, ടാക്സി ഡ്രൈവേഴ്സ്, ബാക്കി സൈറ്റ് സീയിങ് ഫോട്ടോഗ്രാഫേഴ്സ്. അവർക്ക് ഒരു ദിവസം 1000 രൂപ വെച്ച് പോരെ, ഒരു 5 രൂപ എടുത്താൽ പോരെ അവർക്ക്. 5000 രൂപയിൽ പെർ ഡേ. ഒരു സാധാരണ ഒരു കഫേ നിൽക്കുന്ന ഫോട്ടോഗ്രാഫറിന് ഇതിപ്പം അത്രയും സീസണും അല്ല, പോരെ 1 ലക്ഷം രൂപ മാസം ഉണ്ടാക്കില്ലേ. തിരിച്ച് റൂമിലേക്ക് വന്നപ്പോഴേക്കും പ്രിയക്ക് ചായയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നല്ലോ. ചോദിച്ചായിരുന്നോ? സ്നേഹം കൊണ്ട് വരുന്നോ? ഓ പാവം, ഒന്നും കഴിക്കാത്ത പട്ടിണിക്ക് കിടന്നിട്ട് വരുന്ന ആളാ. വാ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഇറങ്ങാം അടുത്ത പരിപാടിക്ക്. ഇയാളെന്താ ഇവിടെ കിടക്കുന്നത് ലിസേർഡിനെ പോലെ? ഇന്നും ജോളിബി പോയാലോ? വേണ്ടല്ലോ, ഇന്നൊരു ഓക്കെ. നല്ലൊരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി 4 ദിവസം ഉള്ളൂ, ഇനി 3 ദിവസം ഉള്ളൂ. നല്ല വെതർ പ്രിയ, അടിപൊളി. ഭയങ്കര തണുപ്പൊന്നും അല്ല. പക്ഷെ ഇറ്റ്സ് പെർഫെക്റ്റ് ഐ ഫീൽ ഫോർ ഡൈനിങ് ഔട്ട്. കാറ് വന്നു, വാ, അടിപൊളി ഫീൽ കേട്ടാ. ആൻഡ് ദ സ്ട്രീറ്റ്സ് ഓൾസോ നോട്ട് ദാറ്റ് ക്രൗഡഡ്, ജസ്റ്റ് ഫീലിംഗ് നൈസ്. പക്ഷെ മൂന്നാർ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ആലോചിച്ച് നോക്ക്, ഇത്രയും ഫെസിലിറ്റീസ്. അടുത്ത് ഇതുപോലെ വോം ലൈറ്റ്സ് വെച്ച് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായിരിക്കും ഈ സ്ട്രീറ്റ്സിലൊക്കെ ഇത്രയും ഭംഗി. എല്ലാ കഫേസും റെസ്റ്റോറൻറ്റ്സും അങ്ങനെയാ, വലിയ ട്രാഫിക്കും ഇല്ല, അടിപൊളി. ഞങ്ങൾ ഈ തപ്പിപ്പോകുന്ന സ്ഥലങ്ങളൊക്കെ ഏതോ ഉള്ളിലാണ് കേട്ടോ. മെയിൻ റോഡിലുള്ള ഒരു സ്ഥലത്തിലും ഞങ്ങൾക്ക് പോകണ്ട. ഇങ്ങനെ ഉള്ളിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോയി ആയിരിക്കും ലാസ്റ്റ് ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എന്താ അറിയോ, നമുക്ക് ഓപ്പൺ ആണോ അല്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ല. നമുക്ക് ഇവിടുത്തെ ലോക്കൽ കോളിംഗ് ഇല്ലാത്തതുകൊണ്ട് ഫോണും വിളിച്ച് ചോദിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം ഒരു മായ. അങ്ങനത്തെ ഒരു ഡയലോഗ് ഉണ്ട് കേട്ടാ. തിരിച്ചു കയറുമ്പോ എന്നെ എടുത്തോളാം. രണ്ടുപേരെ ഇപ്പൊ അതെടുക്കാൻ പറ്റില്ല. നോക്ക്, ഇത് ഉള്ളിൽ അടിയിലേക്കുള്ള സ്ഥലമാണ്. ബട്ട് ഐ തിങ്ക് സോ ഇത്ര ഇഫേർട്ട് എടുത്ത് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഞങ്ങൾക്ക് തന്നെ ഒരു റിവാർഡ് കിട്ടാറുണ്ട്. ആൻഡ് ദ പ്ലേസ് ലുക്സ് ആക്ച്വലി വെയിറ്റ്. ഇപ്പാന്നറിയോ, കഴിച്ചത് മൊത്തം ദഹിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. സ്കൂട്ടർ വരുന്നുണ്ട് ഇവിടുന്ന്. നോക്ക്, ഇത്രയും സ്റ്റീപ്പാട്ടാ ഈ സ്ഥലം. ഇതാണ് റെസ്റ്റോറന്റ്. ഒരു ചെറിയ എൻട്രൻസ് ആണ്. അടുത്തേക്ക് പോകുമ്പോ നോക്കാം എങ്ങനെയുണ്ട് സ്ഥലം. ഇറ്റ് ഇസ് ലൈക്ക് ഒരു ഒയാസിസ് ആണ്, ഒരു ഹിഡൻ ഒയാസിസ്. ഇതൊക്കെ ഡെഫിനറ്റ്ലി ഹിഡൻ പ്ലേസ് ആയിരിക്കും കേട്ടോ. ഐ എം സോ പ്രൗഡ്. വേറെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നല്ല ഹിഡൻ ആയിട്ടുള്ള കിടലൻ ഫുഡ് സ്പോട്ട്സ്, അത് നമ്മൾ എത്ര പൈസ കൊടുത്ത് ട്രാവൽ ചെയ്താണെങ്കിലും കൊണ്ടുവരും. അതായിരിക്കണം എൻ്റെ മെയിൻ എയിം. പ്രിയ വിചാരിച്ച അത്ര ഇല്ല, പോരാ, അത്രയും പോരാ. വാ, ഫുഡിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിലും ഇല്ല. പക്ഷെ ചിലപ്പോ പാളും, എന്ത് ചെയ്യാനാ. അതൊക്കെ സാരമില്ല, പാളെന്ന കിടക്ക് നല്ലതാണ്. അപ്പോ എന്താ മുഖത്ത് പ്രിയക്ക് പറ്റിയ ഗ്ലൂട്ടത്തിയോൺ ഇഞ്ചക്ഷൻ കൊടുത്ത പോലെയാണ് തെളിച്ചം. ഇതൊക്കെയാണ്, മനസ്സിലായ? ഇത് I felt like I am in Europe. No, actually it is our wedding day and you know first honeymoon dinner പോലെ. അതൊക്കെ പോലെ എനിക്ക് തോന്നുന്നു. തോന്നട്ടെ, നല്ല കാര്യല്ലേ. 13 വർഷം കഴിഞ്ഞ് ഇപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ അല്ലേ? അത് കീപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ ഇതിൽ ആക്ച്വലി ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് ഇരിക്കാൻ. എല്ലാം ഔട്ട്ഡോർ ആണ്.
പിന്നെ ഫുൾ ക്രിസ്മസ് തീമിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ പ്രിയ, ഇങ്ങോട്ട് വാ. നമ്മുടെ ഡൈനിങ് അവിടെയാണ് അവർ തന്നിരിക്കുന്നത്. നല്ല ഫുഡാന്ന് തോന്നുന്നു, വെസ്റ്റേൺ ഫുഡൊക്കെ കിട്ടും. ലുക്ക് അറ്റ് ദിസ് പ്ലേസ്, ഭയങ്കര രസമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഈ ഒരു പ്രൈവറ്റ് ഡൈനിങ്. ഒരു ആനിവേഴ്സറിയോ എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഡൈനിങ് ഏരിയ നോക്ക്, എന്ത് രസമാണ്. ഒരു ക്യാബിൻ്റെ അകത്ത് ഡൈൻ ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ ഫുഡ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. പക്ഷെ ഈ തണുപ്പില്ലെങ്കിൽ ഇതൊന്നും മൂന്നാറ് ചെയ്യാം, സത്യം അത്. ഇനി ഇവിടെ ഫയർ പ്ലേസും വെക്കും അവരറിയോ. ഇതിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് നോക്ക് പ്രിയ, 40,000 ഇവരുടെ ഡോങ് ആണ്. 40,000, 90 rupees or something, below 100 maybe. Look at it with real peaches ഒക്കെ ഇട്ട് 100 rupees. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് സെറ്റിംഗിൽ, ഒരു ഹിൽ സ്റ്റേഷനിൽ ഇതൊന്നും എനിക്ക് ജപ്പാനിലൊന്നും പോകണ്ട പറയാ. ഇത് ജപ്പാനിൽ പോയാൽ ഒരു 600 അല്ലെങ്കിൽ 500 വരും ഇങ്ങനത്തെ ഒരു സെറ്റിംഗ്. അതിൽ കൂടുതൽ വരും. എന്താ അല്ലേ, കൊച്ചിയിൽ വരുമല്ലോ ഒരു 300 രൂപ. ഓഫ് വിത്ത് സം അമേസിംഗ് പംകിൻ സൂപ്പ്. ആ ഗാർലിക് ബ്രെഡ് മാത്രം ഒന്ന് എടുക്ക്, അതിന്റെ തന്നെ ക്വാളിറ്റി തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതൊന്ന് മുക്കെന്നാ. തണുപ്പത്ത് നല്ല ചൂട് ക്രീമി പംകിൻ സൂപ്പ്. ഹാവ് എ ബൈറ്റ്. ഓ, പാളിപ്പോയാലും അതില്ലൊന്ന്. എന്താ എനിക്ക് കണ്ടപ്പോ ഇത് കോമ്പോന്റെ ഭാഗം സെപ്പറേറ്റ് ഓർഡർ ചെയ്തിട്ടേ ഇല്ല കേട്ടാ. Awesome, no? കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്, ബട്ട് ഇറ്റ്സ് സ്വീറ്റ്, ഇറ്റ്സ് ക്രീമി, ഇറ്റ്സ് റിച്ച്, ഇറ്റ്സ് ഡെക്കഡന്റ്. അടിപൊളി. കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ സെറ്റ് ആവും കേട്ടോ. അത് ഗാർലിക് ബ്രെഡിന് ഉപ്പുള്ളതുകൊണ്ട് അവരിടാത്ത. ഓ അമേസിംഗ്. ദിസ് ബീഫ് സ്റ്റേക്ക് ജസ്റ്റ് ലുക്ക്. നല്ല വെജിറ്റബിൾസ്, എന്തോ തിക് ഗ്രേവി ഉണ്ട്, വേറെ എന്തോ ഒരു ഗ്രേവി ഉണ്ട്. ആൻഡ് ദെൻ യു ഹാവ് എ മീഡിയം സ്റ്റേക്ക് ഓൺ ടോപ്പ്. മഷ്റൂം സോസ് ആണെന്ന് തോന്നുന്നു. സോ നോക്കട്ടെ ഇതെങ്ങനെയുണ്ടെന്ന്. ഓക്കെ, സോ ദ സ്റ്റേക്ക് നോക്കട്ടെ. ശരിക്കും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമ്പോൾ ഇത്രയും വർഷമായിട്ടും എപ്പോഴും ഐ ജസ്റ്റ് ഫീൽ സോ ഗ്രേറ്റ്ഫുൾ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ബ്ലെസ്ഡ് ആണ്. കാരണം എത്ര പേരുടെ സ്വപ്നമായിരിക്കും ഇതൊക്കെ, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. Look at the steak, it's so perfectly cooked. മാഷ് പൊട്ടേറ്റോസ്, മുകളിൽ കുറച്ച് ഗ്രേവി ഉണ്ട്. കണ്ടോ മലയ്ക്ക് പിങ്ക്. മീറ്റ് ഓവർ കുക്ക്ഡ് അല്ലാത്തതുകൊണ്ട് അടിപൊളി. ആൻഡ് ദ ഗ്രേവി നോ, ഇറ്റ്സ് ലൈക്ക് എ ബൊലോനീസ് സോസിന്റെ ഒരു സോസ് പോലെ. What a meal, what a place, what a setting. മിനിമം ഒരു 3 hour ഇവന്റ് ആയിരിക്കണം ഇത്. അതെ, ഒരു കല്യാണത്തിന്റെ ഒക്കെ കഴിഞ്ഞ ഒരു റിസപ്ഷൻ ഒക്കെ ഇരിക്കൂലേ. ഇത് അന്നേക്കാട്ടി ടേസ്റ്റ് ഗ്രേവി ആണോ. Look how delicious ആണല്ലേ. Look how delicious this looks. It is so fatty. Look at this. എന്ത് സോസ് അത്? അതെന്താ ചീസ് സോസ് ആണ്. പൈനാപ്പിൾ പോലെ തോന്നുന്നുണ്ടല്ലോ. എന്താ? Out of this world. What sauce is that? It's a lemony passion fruit. Sweet. Orange. Sweet ആണ്. And you had citrusy. This is a beautifully cooked duck breast ആണ്. So അതിന് കുറച്ച് ഫാറ്റും കിട്ടുന്നുണ്ട്. It's so amazing. And a fresh salad. സാലഡിന് തന്നെ കഴിക്കാൻ എന്തൊരു ടേസ്റ്റ്. അതെ, പച്ചക്കറിക്ക് ഭയങ്കര ടേസ്റ്റ്. അതെന്താ അങ്ങനെ വരുന്നല്ലേ ഇവിടെ. ഇതിന്റെ ഫിഷ് ആൻഡ് ചിപ്സും അടിപൊളി. ഇനി ഒരു സർപ്രൈസും കൂടെ വരുന്നുണ്ട്. അത് വരുമ്പോ വീണ്ടും ഒരു വാവ് വരും. ഒരു വാവും കൂടെ വരുന്നത് ഞാൻ പറഞ്ഞില്ല. ദല്ലാത്ത സ്പെഷ്യൽ പീപ്പിൾ, ഒരു ഹിഡൻ ദല്ലാത്ത് പറയുന്നത് തന്നെ ചിലപ്പോൾ നമ്മുടെ വ്ളോഗിൽ കൂടെ ആയിരിക്കും കുറെ പേര് കഴിക്കുന്നത്. ഈ സ്ഥലത്തിനെ കുറിച്ച് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ സ്ഥലങ്ങൾ വരെ കിട്ടും. ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസ് അറ്റ് സച്ച് എൻ അഫോർഡബിൾ റേറ്റ്. ഇത് ഇവരുടെ ഗാർഡൻ ഓഫ് ദല്ലാത്ത് എന്നങ്ങാണ്ട് പറഞ്ഞ ഒരു ഡെസേർട്ട് ആണ്. ഇറ്റ്സ് ചോക്ലേറ്റ് ബ്രൗണി വിത്ത് സം ഫ്രൂട്ട്സ്, സ്ട്രോബെറി ഗ്രേപ്സ്. ചോക്ലേറ്റ് ബ്രൗണി ആണോ? ആ, അടിയില് അല്ല. ഇതില് ഇതെന്താ വൈറ്റ് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഇത് വൈറ്റ് ചോക്ലേറ്റും ഉണ്ട്, അടിയില് ക്രീം ഉണ്ട്. ഞാൻ കഴിച്ചിട്ട് 7,90,000 രൂപ. സോ എനിക്കൊന്നൊരു 2,700 രൂപയാണ്, വിച്ച് ഇസ് സം ഔട്ട്സ്റ്റാൻഡിങ് വാല്യൂ കേട്ടാ. പിന്നെ ഇത് ബാക്കി ടിപ്പ് പോലെയാണ് 3%.
ചുമ്മാ കഴിച്ചോണ്ടിരിക്കാം. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പ്രിയക്ക്. സ്നാക്കും അല്ല, ഓവർ ചോക്ലേറ്റും അല്ല, ആ സമയത്ത് ചോക്ലേറ്റും ഉണ്ട് ഫ്രൂട്ട്സും ഉണ്ട്. എന്തായാലും ദലാത്ത് എന്തുണ്ട് സൂപ്പറാ. ഇനി നമുക്ക് ഇവിടെ വരുമ്പോഴേ വിയറ്റ്നാം വരുമ്പോ. ദലാത്ത് വരാം. ഓക്കെ, സോ ഫസ്റ്റ് ഡേ ഇൻ ദലാത്ത്. ഇത്രയും നല്ല നല്ല കഫേസും ഫുഡും കാഴ്ച എന്തൊക്കെ ചെയ്തു നമ്മള്. ആ വ്ളോഗ് അടച്ചു തുറക്കുന്നതിന് മുന്നേ എന്തൊക്കെയോ കൊറേ സംഭവങ്ങൾ അല്ലേ, അടിപൊളി. സോ ഇനിയും ദലാത്തില് ഒരുപാട് യൂണീക്ക് എക്സ്പീരിയൻസസ് ഉണ്ട്. അതൊക്കെ ആയിട്ട് നാളെ ഒരു അടിപൊളി വ്ളോഗിൽ വരാം. സോ അടുത്ത വ്ളോഗിൽ കാണാം. അതൊരു സ്റ്റേ ഹെൽത്തി. ഇതിനേക്കാളും അടിപൊളിയായിരിക്കും ചിലപ്പോ നാളത്തെ വ്ളോഗ്. അത് പറയാൻ പറ്റില്ല. സ്റ്റേ ഹെൽത്തി. ബൈ ബൈ. ബൈ.